മംഗലം കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. പഞ്ചായത്തിലെ പുന്നേക്കാടിന്ന് പുലർച്ചെയാണ് കാട്ടാന ഇറങ്ങിയത്. വ്യാപക കൃഷിനാശമുണ്ടാക്കി. ആനയെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന രണ്ടാം വാർഡായ കൃഷ്ണപുരം കോളനി ഭാഗത്ത് കാട്ടാനയെത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കൃഷികൾക്കും വളർത്തുമൃഗങ്ങളുടെ കൂടിനും നാശം വരുത്തി. അതിനിടെ തട്ടേക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആനശല്യം അതിരൂക്ഷമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പൊ ആനകൾ വന്ന് നമുക്കറിയാം ജനവാസ മേഖല, ഇപ്പൊ രണ്ടാം വാർഡിൽ അതായത് നിരവധി ആളുകൾ വസിക്കുന്ന മേഖലയിലേക്ക് ആന കടന്നിരിക്കുക. പക്ഷെ ഞങ്ങൾ ഇത് പലവട്ടം പറഞ്ഞ് ഞങ്ങൾ മടുത്തു. ഇത് കാരണം ഇതിനകത്ത് വനം വകുപ്പ് യാതൊരുവിധ നടപടി എടുക്കുന്നില്ല. ഇവിടെ അതിന് ഉചിതമായിട്ടുള്ള രാത്രി ആന വാച്ചേഴ്സിനെ അടക്കമുള്ള ആളുകളെ നിയമിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല. അതുപോലെ ട്രഞ്ച് താത്തി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ കീരമ്പാറ പഞ്ചായത്ത് വിഭാഗത്തിൽ ഞങ്ങൾ ശക്തമായ സമരമായിട്ട് മുന്നോട്ടേക്ക് പോകും. നമ്മളിവിടെ ആന ഇറങ്ങിയ കാര്യങ്ങളെല്ലാം അവരെ വിളിച്ചു പറയുമ്പോൾ അതൊന്ന് വന്നു നോക്കാനോ അതിനെ ഒന്ന് ഓടിക്കാനോ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹകരണവുമില്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നത് വരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ആ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ അനിശ്ചിത കാലത്തേക്ക് ഉടിൽ കെട്ടി താമസിക്കുന്ന നിലയിലേക്ക് തന്നെ ഈ സമരം മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നമ്മള് 2 ദിവസമായിട്ട് രാത്രിയില് ജീവനക്കാരെ വെച്ച് വാച്ചർമാരും സ്റ്റാഫുകളെയും വെച്ച് ആനകളെ തുരുത്തി ഉൾക്കാട്ടിലേക്ക് വിട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ ആനകൾ അത് ജനവാസ മേഖലയിൽ നിന്ന് അടുത്ത് തന്നെ സമീപത്തുള്ള നമ്മുടെ കാട്ടിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുങ്ങളെ രാവിലെ തുരുത്തി ഉൾക്കാട്ടിലേക്ക് വിടാനുള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തു വരുന്നു. അപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് യാത്രക്കാർക്കും നിലവിലുള്ള നമ്മുടെ സമീപവാസികളായ ആളുകൾക്കും അപകടങ്ങളൊന്നും വരാത്ത രീതിയിൽ അതുങ്ങളെ സുരക്ഷിതമായിട്ട് കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഇപ്പം ചെയ്യാൻ പോണത്. രണ്ടെണ്ണം പോയി നോമി, കാട്ടാനകൾ നാട്ടിലിറങ്ങി സാധാരണക്കാരന്റെ ജീവനെടുത്തതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല. നമ്മളെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും കോതമംഗലത്തെ കീരമ്പാറ നിവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയിലായിരിക്കും ഓരോ നിമിഷവും ഇപ്പോൾ അവർ കഴിച്ചുകൂട്ടുന്നത്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ആനകളെ കാട്ടിലേക്ക് തുരത്താനായിട്ടുണ്ടോ? എന്താണ് അറിയാൻ സാധിക്കുന്നത്? ഭവ്യ, ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് കീരാമ്പാറ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത്. ഈ കാട്ടാനയെ അല്പസമയത്തിനുള്ളിൽ കാട് കയറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും വനപാലകർ ഇപ്പോഴും പ്രദേശത്ത് തുടരുകയാണ്. ഇനിയും കാട്ടാന വരാനുള്ളൊരു സാധ്യത ഉള്ളതിനാലാണ് ഇപ്പോഴും വനപാലകർ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് പല തവണയും കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സമയത്തൊക്കെ പ്രദേശവാസികൾ വനപാലകരെയും അധികൃതരെയും ഒക്കെ ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷെ അവർ അവിടെ എത്തുകയോ ഈ ആനയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. നാട്ടുകാരാണ് അങ്ങോട്ടേക്ക് പോവുകയും ഈ കാട്ടാനയെ പലപ്പോഴായി തുരത്തുകയും ഒക്കെ ചെയ്തത്. ഇന്ന് 4 മണിക്ക് വീണ്ടും ഈ പ്രദേശത്തേക്ക് കാട്ടാന ഇറങ്ങി. ഏകദേശം 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന വലിയൊരു ജനവാസ മേഖലയാണ്. ഇവരുടെ വളർത്തുമൃഗങ്ങളുടെ കൂടുകളും ഒപ്പം ഇവരുടെ കൃഷിയും ഒക്കെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇതിനെ തുടർന്നാണ് ഇവർ വലിയൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഈ സമയത്ത് ഈ വനപാലകരെയൊക്കെ വളഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം നിരന്തരം ഇവിടെ പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. ഇവരുടെ സ്വൈര്യ ജീവിതത്തിനെ തകർക്കുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ കാട്ടാനകളെ തുരത്തുന്നതിനും അല്ലെങ്കിൽ കാട്ടാനകൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഈ കോതമംഗലംകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ അവിടെ വീടുകളിൽ എത്തി കാട്ടാനകൾ ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുകയും ആളുകളുടെ ജീവന് തന്നെ ആപത്താവുകയും ഇതിനു മുൻപ് ഒരാൾ മരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് നിരന്തരമായി ഇനിയും തുടർന്നാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോതമംഗലംകാരുടെ തീരുമാനം. എന്തായാലും ഇപ്പോൾ ഈ ഇറങ്ങിയ കാട്ടാനകളെ കാട്ടിനുള്ളിലേക്ക് തുരത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും അവ
വരുമോ എന്നുള്ളൊരു ആശങ്കയും ഇപ്പോൾ പ്രദേശവാസികൾക്കുണ്ട്. ഭവ്യ. തീർച്ചയായും അതാണ് നിലവിലെ സാഹചര്യം. വലിയ ആശങ്കയിലാണ് അവിടുത്തെ പ്രദേശവാസികൾ എന്നാണ് മനസ്സിലാക്കുന്നത്. നോബി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.